Shakila is not a person. Shakila is not only for atom bomb. You know. അത്തരം ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു ലോകം നമുക്കുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അത്രത്തോളം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത് ഒട്ടും പറ്റാത്ത ഒരു കണ്ടീഷനിൽ എടുത്തെറിഞ്ഞിട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുമല്ലോ. ഇവനിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? കുറേ ഉണ്ട്. അങ്ങനെ ഫാമിലിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എൻ്റെ ഫാമിലിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എൻ്റെ പൈസയിലാ ഇവരൊക്കെ പഠിച്ചത്, കല്യാണം കെട്ടിയത് എല്ലാം. പക്ഷേ ആ കല്യാണത്തിൽ പോലും എന്നെ വിളിച്ചില്ല. ആൻഡ് എന്താ കാര്യമായിരിക്കും, റീസണായിരിക്കും എനിക്ക് കല്യാണമാകാത്തത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചോ? ലവ് ഒക്കെ ഓക്കെ അവർക്ക്, പക്ഷെ കല്യാണം വരുമ്പോൾ ഷക്കീല. അപ്പോൾ ലവ് ചെയ്തത് ആരാ? ഷക്കീലവല്ലേ. സോ ഇങ്ങനെ എല്ലാം ലൈഫിൽ പ്രോബ്ലമാണ്. സോ now I feel like no, I'm blessed with this body. Yes. And എപ്പോഴെങ്കിലും ഷക്കീല അമ്മയ്ക്ക് ഒരാളിൻ്റെ മുഖത്ത് ഒറ്റ അടി കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസരം കിട്ടിയാൽ അത് ചെയ്യുമോ? എപ്പോഴെങ്കിലും എനിക്ക് അറിയണമില്ല. ഒരു മിഷൻ ഗൺ കൊടുത്താൽ അത്ര ആളുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ. ബിക്കോസ് ഒരു സ്ത്രീ അല്ല, മാക്സിമം പുറത്ത് ആളല്ല, അല്ല ഫാമിലി മെമ്പേഴ്സ് പുറത്തല്ല. പുറത്ത് എന്നെ കാണുന്നവർ എങ്ങനെ വേണാ കാണട്ടെ, അവർക്ക് അവരുടെ മൈൻഡ്, അവരുടെ ഹാർട്ട്, അവരുടെ കണ്ണ്. ഞാനിപ്പം അമ്മേനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം തോന്നിയിട്ടുണ്ട്. ഓ മൈ വാട്ട് എ ഹാർട്ട്! അത്രയും പ്യുവർ ഹാർട്ടുള്ള ഒരാൾക്ക് മാത്രമേ കമ്മ്യൂണിറ്റിയിൽ കുറേ കുട്ടികളെ എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ കഴിയുള്ളൂ, ഇല്ലേ? പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഒരു പെണ്ണ് കരുത്താർജിച്ച് വരുന്നത് എപ്പോഴും അവൾ അത്രത്തോളം ചവിട്ട് കൊണ്ട് മെതിച്ച് അവസാന നിമിഷമായിരിക്കും അവൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. ഇനി എനിക്ക് പറ്റില്ല എന്നുള്ള, എനിക്ക് അങ്ങനെ ഒരു ഷക്കീലയെ കാണാൻ കഴിയുന്നു. ഷക്കീല അമ്മയല്ല, അങ്ങനൊരു ഷക്കീലയെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് അമ്മയുടെ ആ മുഖത്തെ ആ ഒരു ഗാംഭീര്യം വെച്ചിട്ട് എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴെങ്കിലും തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാളിൻ്റെ മുമ്പിലെങ്കിലും ഒന്ന് നിവർന്ന് നിൽക്കണം. എനിക്ക് അവിടെ പോയിട്ടൊന്ന് നിവർന്ന് നിൽക്കണം. എനിക്കൊരു 4 വർത്തമാനം എനിക്ക് അവിടെ നിന്ന് തല ഉയർത്തി നിന്ന് പറയണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വന്നാൽ അതെവിടെയായിരിക്കും? ഫാമിലി ഓവർ ഫിലിം ഇൻഡസ്ട്രി? ഫാമിലി. Seriously. Because film industry അല്ല കുട്ടി, ഫിലിം ഇൻഡസ്ട്രി എനിക്ക് കൊടുത്തത് ഫെയിം, മണി. അതും കേരള തന്നെ എനിക്ക് കൊടുത്തത്. സോ ഹൗ കൻ ഐ ബ്ലെയിം കേരള ഓർ കേരള മെൻ ഹൂ യാരൊക്കെ വന്ന് എൻ്റെ ഫിലിം കണ്ടവർ, അവർ ഞാൻ എന്തിന് തെറ്റ് പറയണം? അവരല്ലേ എന്നെ ഇവിടേക്ക് നിർത്തിയത്. My family didn't understand that. So എപ്പോഴും എനിക്ക് ദേഷ്യം ഫാമിലിയാണ്. I love men. I love all the men who have seen my movies and given me the situation. ഇവിടെ നിമിർന്ന് നിൽക്കണം. ഞാൻ എപ്പോഴും താഴ്ന്നു പോയേ ഇല്ല. I have this problem, you know, because എനിക്ക് regression ഇല്ല. I don't regret anything. ഞാൻ എൻ്റെ ബോഡിയാണ് കാണിച്ചത് മാൻ. Why should I regret? എനിക്കറിയാമല്ലോ, എനിക്ക് അറിയാത്ത നിങ്ങൾ എവിടെയോ ക്യാമറ വെച്ച് എടുത്തിട്ടില്ലല്ലോ, ഞാനല്ലേ പോസ്റ്റ് ചെയ്തത്. സോ ഐ ഡോണ്ട് ഹാവ് റിഗ്രഷൻ. സോ ഞാൻ എപ്പോഴും അങ്ങനെ ഗെത്ത്. സോ ഹാപ്പി, സോ പ്രൗഡ് ഓഫ് യു അമ്മ, സീരിയസ്ലി. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു ബിക്കോസ് ഐ ഹാവ് ലോട്ട് ഓഫ് ചിൽഡ്രൻ ആൻഡ് നൗ യു ഹാവ് ബിക്കം വൺ ഓഫ് ദം. തമിഴ്നാട്ടിൽ വന്ന് എൻ്റെ പേരിൽ റീത്തേറണം. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് നമ്മളിപ്പം ഈ സ്നേഹം, പരിഗണന, ഉൾക്കൊള്ളൽ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഷക്കീല അമ്മയ്ക്ക് ഞങ്ങളെ പറയാതെ പഠിക്കാതെ മനസ്സിലാക്കാൻ കഴിയുന്നത്.
ആ മിസ്യൂസ് ചെയ്യപ്പെട്ട ഇടങ്ങൾ എവിടെയാണെന്ന് ചോദിക്കാതെ തന്നെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ തകർക്കാൻ കഴിയുള്ളൂ അല്ലേ? അതാണ് അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത്. അമ്മേനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, അമ്മയുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്നും വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണെന്നും അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാർ ഫാമിലിയിലാണുള്ളത്. അവിടെയാണ് അമ്മയും തകർത്ത്. അപ്പം എനിക്കും തകർച്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നെയും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. സോ വി ആർ സെയിം. യെസ്, ഞാൻ എപ്പോഴും പറയും കമ്മ്യൂണിറ്റി ആൾക്കാർ പ്ലീസ് ഡോണ്ട് ടെൽ മീ ദാറ്റ് ഐ എം എ ബയോളജിക്കലി ബോൺ വുമൻ. ഐ എം ഓൾസോ ഫ്രം ദ കമ്മ്യൂണിറ്റി. എനിക്കൊരു അമ്മ ഉണ്ട്, കമ്മ്യൂണിറ്റി അമ്മ ഉണ്ട്, എനിക്ക് കുറേ കുട്ടികളുണ്ട്. എൻ്റെ സ്വന്തം ചേട്ടൻ്റെ മോള് ഞാൻ വളർത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വീട്ടിൽ വെച്ച് വളർത്തുന്നില്ല. കാരണം നാളെ ഇവരെന്ത് പറയും, ഷക്കീലാന്റെ വീട്ടിൽ വളർന്ന കുട്ടിയാ, ഇവള് കറക്റ്റായിട്ട് എടുക്കുമോ. അപ്പോൾ അവളുടെ ലൈഫ് എന്തിനു പൊട്ടിക്കണമെന്ന് ഞാൻ അവളെ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ലൈഫ്. ഇപ്പം സൊസൈറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ ഡസൻ മാറ്റർ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു. അതിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സൊസൈറ്റി സ്വീകരിക്കുക. സോ നമ്മൾ ഒരിക്കലും ഇപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റികളെന്ന് പറയുന്നു, ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂസുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റികളൊന്നും തന്നെ ഈ സെക്സ് ചെയ്യാൻ വരുന്ന പുരുഷന്മാരുടെ വീടിൻ്റെ പടിക്കലല്ല പോകുന്നത്. ഒരിടത്ത് നിൽക്കുകയാണ്. ആവശ്യക്കാർ അങ്ങോട്ടാണ് ചെല്ലുന്നത് ഇല്ലേ? ഇവരൊരിക്കലും പറയുന്നില്ല വീട്ടിൻ്റെ വടക്കോശത്ത് എന്നിട്ട് 500 തന്നാൽ മതി എന്ന് പറയുന്നില്ല. ഇവരെവിടെയെങ്കിലും നിന്നോട്ടെ, ഇവരെ കാണാണ്ട് പോയിക്കൂടെ? ഇവർക്ക് കാണാണ്ട് പോയിക്കൂടെ? അപ്പോ സെക്സ് വർക്ക് ചെയ്യുന്ന നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവിടെ സെക്സ് വെക്കാൻ വരുന്ന ആണുകളെ എന്താ ചെയ്യണം? അവർക്കൊരു പേരിടണമല്ലേ? അതെ, എന്തെങ്കിലും പേരിടണം. പ്ലേ ബോയ്സ് യുനോ അമ്മ, ഇപ്പോൾ പണം വാങ്ങിച്ച് സെക്സ് ചെയ്യാൻ പോകുന്ന ബോയ്സ് ഇല്ലേ, ജിഗാലോസ്. അവര് ബോയ്സ് ഉണ്ട്, കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ടെന്ന് എനിക്കറിയാം. കൊച്ചിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പൈസ വാങ്ങിച്ച് പല 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 ഹോട്ടലുകളിലും വീടുകളിലും ടൂർ പോകാനായിട്ടും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്ത് ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബോയ്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇല്ലേ? സ്വന്തം കൂട്ടുകാരിയുടെ അമ്മയെ സെക്ഷലി യൂസ് ചെയ്യുന്ന ബോയ്സ് ഉണ്ട് ഇവിടെ. സ്വന്തം കൂട്ടുകാരൻ്റെ ആൻറ്റീനെ സെക്ഷലി യൂസ് ചെയ്യുന്ന ഉണ്ട് ഇല്ലേ? പണം വാങ്ങിച്ച് സെക്സ് ചെയ്യാൻ പോകുന്ന ബോയ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ സെക്സ് വർക്കേഴ്സ്, ട്രാൻസ് കമ്മ്യൂണിറ്റികൾ, ഇവരാരും തെക്കുവശത്ത് വടക്കുവശത്ത് പോകുന്നില്ല. അതെ, ഇത് വിമൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമല്ലേ? സോ അവരിനെ കുറിച്ച് കൂടെ ഇത്രയ്ക്ക് ഒരു പെരിയ പ്രോബ്ലം അറിയുന്നു പോലുമില്ല. പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്ക് ചെയ്താൽ അത് തെറ്റും. അപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഫാൻസ് ആയിക്കോട്ടെ, ഇല്ല നമ്മുടെ ചാനൽ ഈ ഷോ കാണുന്ന എല്ലാവർക്കും ഒരു വിഷയം പറയാനുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ എത്ര പേരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ്, അവരിനെ വിളിച്ച് വർക്ക് കൊടുത്ത് നോക്ക്. അവരെങ്ങനെ വർക്ക് ചെയ്യും, എത്ര പേർ ബെസ്റ്റ് കുക്ക് ഉണ്ട്, ബെസ്റ്റ് ടൈലറിങ്സ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ വർക്ക് കൊടുത്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ വന്ന് വീട് റെൻറ്റിന് എടുത്താൽ എങ്ങൾക്ക് 10,000, അവർ കേട്ടാൽ 25,000. പ്ലീസ് കുറച്ചും ഗോഡ് ഹാസ് മേഡ് us ഹ്യൂമൻ ബീങ്സ്. കുറച്ച് ഹ്യൂമാനിറ്റി കാട്ടുക. ഓക്കെ, സോ അതാ എനിക്കും സൊസൈറ്റിയോട് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഏതോ ഒരു സമയത്ത് സ്നേഹം നിഷേധിക്കപ്പെട്ട് വീടുകളിൽ നിന്ന് ഇറങ്ങുന്നവരാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഭൂരിപക്ഷം ആൾക്കാരും. ഇവർക്ക് കിട്ടാത്ത സ്നേഹം എവിടെ നിന്ന് കിട്ടുമ്പോൾ ഇവർ സ്വയം മറന്നു പോവുകയാണ്. ലവിൻ്റെ പേരിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപറ്റം കമ്മ്യൂണിറ്റികൾ ഇവിടെയുണ്ട്. ലവിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപറ്റം കമ്മ്യൂണിറ്റികൾ ഇവിടെയുണ്ട്. ഇവൻ സെക്സ് ജെൻഡറിൽ പെട്ടവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷം ആൾക്കാരും ട്രാൻസിനെ കമ്മ്യൂണിറ്റിയെ മിസ്യൂസ് ചെയ്യുകയാണ്. ദയവ് ചെയ്ത് അവരെ വെറുതെ വിടുക. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവരെ തോണ്ടാൻ ചെല്ലുമ്പോഴാണ് അവർ മാന്തുന്നത് അല്ലേ? ട്രൂ. തോണ്ടാതിരിക്കുക, അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. It was a nice conversation and very I'm happy to see you. നിന്നെ കണ്ട് നിൻ്റെ അടുത്ത് ഈ ഡിസ്കഷൻ ചെയ്യാൻ എനിക്ക് വളരെ ഹാപ്പി ആയിനാണ്. സോ താങ്ക് യു വ്യൂവേഴ്സ്. See you again on another show. Bye bye.